ക്യാരി ബാഗ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ക്രാഫ്റ്റ് പേപ്പർ ആണ്. റീസൈക്കിൾ ചെയ്ത് വരുന്ന പേപ്പേഴ്സിനെയാണ് നമ്മൾ ക്രാഫ്റ്റ് പേപ്പർ എന്ന് പറയുന്നത്. ക്രാഫ്റ്റ് പേപ്പർ തന്നെ ഇന്ത്യൻ ക്രാഫ്റ്റും ഇമ്പോർട്ടന്റ് ക്രാഫ്റ്റും ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇന്ത്യൻ ക്രാഫ്റ്റിനെ എങ്ങനെ തിരിച്ചറിയാം, ഇമ്പോർട്ടന്റ് ക്രാഫ്റ്റിനെ എങ്ങനെ തിരിച്ചറിയാം എന്നതാണ് ഞാൻ അടുത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യൻ ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റ് പേപ്പേഴ്സിനെ അപേക്ഷിച്ച്, അതായത് ഇമ്പോർട്ടന്റ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലെക്സ് ബോർഡ് അങ്ങനെ മറ്റ് പേപ്പേഴ്സിനെ അപേക്ഷിച്ച് ഒരു ബാഡ് സ്മെല്ല് ഇന്ത്യൻ ക്രാഫ്റ്റിൽ നമുക്ക് ഫീൽ ആവും. അതുപോലെ തന്നെ ഫിനിഷിംഗ് കാണത്തില്ല. ഫിനിഷിംഗ് മാത്രമല്ല, വെയിറ്റും കൂടുതലായിരിക്കും. ഇതാണ് ഇന്ത്യൻ ക്രാഫ്റ്റിനെ തിരിച്ചറിയാനായിട്ട് ഏറ്റവും പെട്ടെന്ന് നമുക്ക് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇമ്പോർട്ടന്റ് ക്രാഫ്റ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ ബ്ലീച്ച് ചെയ്ത് വരുന്ന പേപ്പേഴ്സിനെയാണ് ഇമ്പോർട്ടന്റ് ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് ഗുഡ് സ്മെല്ലായിരിക്കും, നല്ല ഫിനിഷിംഗ് ആയിരിക്കും, വെയിറ്റ് ലോ ആയിരിക്കും. ഇതാണ് ഇമ്പോർട്ടന്റ് ക്രാഫ്റ്റിനെ തിരിച്ചറിയാൻ പറ്റുന്ന സൂചനകൾ. അതുപോലെ തന്നെ നമുക്ക് പേപ്പേഴ്സ് ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡിലും അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള BF-ലും GSM-ലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നാമല്ലേ, എന്താണ് GSM, എന്താണ് BF? പേപ്പറിന്റെ തിക്നെസ്സിനെയാണ് GSM എന്ന് പറയുന്നത്. BF എന്ന് പറയുന്നത് പേപ്പറിന്റെ സ്ട്രെങ്തിനെയാണ് BF എന്നും പറയുന്നത്. സാധാരണ ക്യാരി ബാഗുകൾ നിർമ്മിക്കാനായി 100 GSM മുതലും BF 16 മുതലുമാണ് പേപ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്യൂപ്ലെക്സ് ബോർഡ് ആണെങ്കിൽ അത് 230 GSM-ലാണ് ഉപയോഗിക്കുന്നത്.